മോദിയുടെ ഭാവി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മോദി ഭാവി എന്ന് പറഞ്ഞാൽ അടുത്തൊരു 5 വർഷം കൊണ്ട് പുള്ളി രാഹുൽ ഗാന്ധി എന്താ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഊറ്റിയെടുക്കുന്ന ഇന്ധനം, ഇവിടുന്ന് ഊറ്റിയെടുക്കുന്ന ഊർജ്ജം, ഇതിന്റെ മെയിൻ ആള് രാഹുൽ ഗാന്ധി ആവുക. ആൾക്ക് രാഷ്ട്രീയമല്ല, ബിസിനസ് മൈൻഡാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയുടെ, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, ഒരു സ്ഥലം എവിടെയാണോ വളരുന്നത് അതിന്റെ കൂടെ നിൽക്കുക, സാധാരണ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആൾക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യനെ ഫോക്കസ് ചെയ്ത് സൗത്ത് ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. 2030 കഴിഞ്ഞാൽ ഇലക്ഷനെ ഇല്ലാതാക്കാൻ പോകുന്നൊരു മാസ്റ്റർ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും സംഭവിക്കും. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വരാൻ നോക്കിയ വ്യക്തിയാണ്, പക്ഷെ ഫെയിലായിപ്പോയി. പുള്ളിക്കാരനും ഇനി ഫ്യൂച്ചറിൽ കുറച്ച് പണം കൂടി കഴിഞ്ഞാൽ അതിന് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയൊക്കെ ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഷിപ്പ് യാർഡ് പോലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീഡിയോയും ലൈവൊക്കെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഫ്യൂച്ചറിൽ സൗത്ത് ഇന്ത്യ വലിയൊരു ഗ്രോത്ത് ആവും. സോ സൗത്തും നോർത്തും തമ്മിൽ എന്നും അടിനടക്കും. ഇതേ വിജയ് എങ്ങനെയാണ് CM ആയത്, അതേപോലെ ഈവൻ 10 കൊല്ലത്തിനുള്ളിൽ എന്താ മാറും. ഈ സിനിമകൾ വരുന്തോറും ഹിന്ദിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുവാണെന്നുള്ള ഒരു അവബോധം ജനങ്ങളുടെ ഉള്ളിൽ വരും. അങ്ങനെ അത് ഫ്യൂച്ചറിൽ തമ്മിത്തല്ലും, സൗത്തും നോർത്തും തമ്മിത്തല്ലും. അത് ഉറപ്പാണ്, ഷുവറാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കന്യാകുമാരിയിലായിരുന്നു എന്ന് പറഞ്ഞു, അത് മുൻജന്മം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പറയും, ഞാനും ഇതുപോലത്തെ ഒരു ഫാമിലി ജനിച്ചിട്ടുള്ള. പ്രകൃതിയിലെല്ലാം നോക്കിയാലും നമ്പറുകളും ഈ പറയുന്ന പുരാണങ്ങളും സംഖ്യകളും കണക്റ്റഡ് ആയിട്ടാണ്. ബിൽഡിംഗ് നിർമ്മിക്കുന്നതായാലും ശരി, ഒരു സിറ്റി നിർമ്മിക്കുന്നത് പോലും അങ്ങനെയാണ്. തീർച്ചയായിട്ടും മന്ത്രവാദം, ഗൂഢോത്രം, ആഭിചാരം ഇത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ, ഒരു നാടിനെ ഒക്കെ തകർക്കാൻ പറ്റും. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു കലിയുഗ ജ്യോതിഷനുമായിട്ട് ചെയ്തൊരു എപ്പിസോഡ്. ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് ഉണ്ടായ ഒരു എപ്പിസോഡ് കൂടിയാണത്. അതിനുശേഷം ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു എപ്പിസോഡ് ചെയ്യുന്നില്ല എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്ക് ശേഷം നമ്മളോടൊപ്പം എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. അദ്ദേഹം സ്ട്രീറ്റ് ആസ്ട്രോളജി ഇൻവെൻറ്റ് ചെയ്യും, അതുപോലെ ലൈവായിട്ട് ആസ്ട്രോളജി ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. മിത്രാത്മജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. നമ്മൾ ഈ ആസ്ട്രോളജി എപ്പോഴും നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തുള്ള ആശങ്കകളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്, ഊർജ്ജ പ്രതിസന്ധി. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒരു ഭാവി എന്താണ് എന്നെപ്പോഴെങ്കിലും അസസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, കറക്റ്റ് ചോദിച്ചത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഊർജ്ജം അല്ലേ, ചോദിച്ച ചോദ്യത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി എന്നാണ്. ഊർജ്ജം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഗണിക്കും? കറണ്ട്, പിന്നെ മാൻ പവർ, അതെല്ലാം ഊർജ്ജത്തിൻ്റെ ഘട്ടങ്ങൾ വിടും. പക്ഷേ ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് ഊർജ്ജത്തെ ബേസ് ചെയ്തിട്ടാണ്. ഊർജ്ജം എന്ന് പറഞ്ഞാൽ കറണ്ട്, വൈദ്യുതി. നമുക്കറിയാം ഇന്ന് മഴ കുറവാണ്, വെയിൽ വരുന്നു, ചൂട് വരുന്നു, ഇവിടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുഴുവൻ അത് വരുന്ന സമയത്ത് ഡാമിൽ നിന്നും ഉണ്ടാക്കുന്ന ജലം അല്ലെങ്കിൽ വൈദ്യുതി അത് കുറയാം. അപ്പം നമ്മളൊരു പുതിയതായിട്ടൊരു ഊർജ്ജത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ കണ്ടുപിടിച്ചൊരു ടെക്നോളജി, തോറിയം വെച്ചിട്ട് ഒരു ടെക്നോളജി. സോ ഇതൊന്നല്ല നമുക്ക് പറയാനുള്ളത്. ഈ ലോകത്ത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ബേസേ ഊർജ്ജം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ, ഇസ്രായേലും അതുപോലെ തന്നെ റഷ്യയിലും ശരി, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഊർജ്ജത്തെ, അതായത് ഫ്യൂച്ചർ ടെക്നോളജിയായ ഊർജ്ജം ആരുടെ കയ്യിലാണോ, അതായത് കറണ്ട് എന്ന് പറയുന്ന വസ്തു ഏത് രാജ്യത്താണോ ഏറ്റവും കൂടുതലുള്ളത് അവരാണ് ഹൈ പവർ ആവുക. കാരണം എന്ന് വെച്ചാൽ കറണ്ട് വെച്ചിട്ട് ഇപ്പം ഇന്ന് പറയുന്ന മിസൈലുകൾ കാരണം ഉണ്ടല്ലോ, ഇതൊന്നല്ല പവർ എന്ന് പറയുന്നത്. ശരി, യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് കറണ്ടാണ്, വൈദ്യുതി. അപ്പോൾ വൈദ്യുതിനെ ഉപയോഗിച്ച് ലേസർ ടെക്നോളജികൾ, വൈദ്യുതി ഉപയോഗിച്ചുള്ള കാന്തിക മണ്ഡലം ഉപയോഗിച്ചുള്ള നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഭൂമിയെ കൺട്രോൾ ചെയ്യാം, ഭൂമിയുടെ ചൂടുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം, അതായത് കറണ്ട്, വൈദ്യുതി, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഊർജ്ജം. അതിലൊരു പ്രധാന ഘടകമാണ് പെട്രോളിയം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ലോകത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഊർജ്ജം നിലനിൽക്കുന്നത്. അതായത് കേരളത്തിൻ്റെ താഴെ കൊച്ചിയിലും നമ്മുടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഊർജ്ജ സ്രോതസ് രൂപം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ പെട്രോളിയം പോലുള്ള സാധനങ്ങൾ, അതായത് അവിടെയുള്ള ഈ പെട്രോളിയം, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കറുത്തിട്ടുള്ളൊരു സംഭവമാണ്, അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് പെട്രോൾ ഉണ്ടാക്കണേ. ബട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാലക്കാട് അതുപോലെ തന്നെ പല ജില്ലകളിൽ കിണറിന് തീ പിടിച്ചു എന്നൊക്കെ ന്യൂസുകൾ കുറേ വന്നില്ലേ. സോ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിക്കടിയിൽ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ഊർജ്ജം, അതായത് ഭാവിയിലേക്കുള്ള ഊർജ്ജം, നൈട്രോ മീഥേൻ എന്ന് പറയുന്ന ഡയറക്റ്റ് ഊർജ്ജം എടുക്കുന്നുണ്ട്. ഈ ഊർജ്ജത്തെ എടുത്ത് സപ്ലൈ ചെയ്യുക, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്തിരുന്ന
ചെയ്യുന്നത് നിർത്തിയിട്ട് ഇന്ത്യ ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കാലം മാറണം. ആ സമയത്ത് എന്തായിരിക്കും ഫ്യൂച്ചർ? 2040 നമ്മുടെ സൗത്ത് ഇന്ത്യ വലിയൊരു ഹൈപ്പാവും. അതിന് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയൊക്കെ ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഷിപ്പ് യാർഡ് പോലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീഡിയോയിൽ ലൈവൊക്കെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഫ്യൂച്ചറിൽ സൗത്ത് ഇന്ത്യ വലിയൊരു ഗ്രോത്ത് ആവും. സോ സൗത്തും നോർത്തും തമ്മിൽ എന്നും അടിനടക്കും. എപ്പോഴും ഈ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാവിയെ പറ്റി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു വിഭാഗം ഈ രാഷ്ട്രീയക്കാരായിരിക്കും. അപ്പം ഇപ്പം പല പ്രവചനങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വരുന്ന വരുന്ന 2 വർഷത്തിനിടയിൽ വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഇന്ത്യയിലേക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പം മോദിയുടെ ഭാവി, മോദിയുടെ ഭാവി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മോദി ഭാവി എന്ന് പറഞ്ഞാൽ അടുത്തൊരു 5 വർഷം കൊണ്ട് പുള്ളി നമ്മുടെ യോഗീനെ ഏൽപ്പിച്ചിട്ട് ആള് ധ്യാന മെഡിറ്റേഷൻ യോഗയിലേക്ക് പോകും. ഇപ്പൊ രജനീകാന്ത് അങ്ങനെ തന്നെ. രജനീകാന്ത് രാഷ്ട്രീയ വരാൻ നോക്കിയ വ്യക്തിയാണ്, പക്ഷെ ഫെയിലായിപ്പോയി. പുള്ളിക്കാരനും ഇനി ഫ്യൂച്ചറിൽ കുറച്ച് പടം കൂടി കഴിഞ്ഞാൽ പുള്ളിക്കാരനും ആത്മീയ മേഖലയ്ക്ക് പോവുക. ഇപ്പൊ ലോകം മുഴുവൻ ആത്മീയത, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആത്മീയതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് മോദി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇവിടെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിലനിർത്തുക എന്നാണ് അർത്ഥം. ആ നിലനിർത്തുന്നതിന് കാരണം ആത്മീയതനെ ഉയർത്തിക്കൊണ്ടുവരിക. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. ഇവിടെ ഇന്ത്യയിൽ നിന്നും ആത്മീയത ലോകത്തേക്ക് പമ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഈ പെട്രോളും പോലുള്ള പ്രൊഡക്റ്റുകൾ ലോകത്ത് വിതരണം ചെയ്യുന്നത് പോലെ ഇവിടെ നിന്നും വരുന്ന ആത്മീയ ഊർജ്ജത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നാണ് മോദിയുടെ ഭാവി, ഫ്യൂച്ചർ. ഇനി മോദി എന്താണ് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് സ്ത്രീകളെ ഏത് രാജ്യം, ഏത് ലോകം, ഏത് ജനങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നു ആ ലോകം ഉയർന്നു വരും. ഇപ്പോൾ നമുക്കറിയാം സൗദി അറേബ്യ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഭയങ്കര പരിഗണന അവിടെ, അല്ലെ? അവർ മുഖം മറച്ച് നടക്കുന്നതല്ല, അതല്ല, സ്ത്രീകൾക്ക് ഒരു പരിഗണനയാണ്. ആ പരിഗണന അല്ല സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരുന്ന ലോകം, ജനം, ഞാനായാലും താങ്കളായാലും ശരി, ആരാണോ അവർ ഈ ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കും. വിജയുടെ സിനിമകൾ കണ്ടറിയാം, തങ്കച്ചി, അനീത്തിമാർ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെ? മോദിയും ഇപ്പം പറയുന്നതും ഇനി പറയാൻ പോകുന്നതും ലേഡീസിനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു സയൻസാണ്, സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനനുസരിച്ച്. ഇനിയൊരു സീക്രട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ലോകത്തുള്ള ഈ ചാനൽ കാണുന്ന എല്ലാവരും, താങ്കളായാലും ശരി, നിങ്ങളായാലും ശരി, ഒരു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. വിജയ് എന്ന് പറയുന്ന വ്യക്തി സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയിൽ പൊടി കാണിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ആയത്, തമിഴ്നാട് ഭരിക്കുന്ന ഒരാളായത്, CM ആയത്. കറക്റ്റ് അല്ലേ? അപ്പൊ സിനിമയിലൂടെ കളക്റ്റീവ് കോൺഷ്യസ്നസ്, ജനങ്ങളിലേക്ക് കളക്റ്റീവ് കോൺഷ്യസ്നസ് പാസ് ചെയ്യുകയും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഊർജ്ജം എടുത്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ആര് വേണമാവാം. പക്ഷെ വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടം എന്തായിരുന്നു? സ്ത്രീകളെ, പെൺകുട്ടികളെ, സ്ത്രീകള്, കല്യാണം, സ്വർണം, സ്ത്രീകളെ ഉയർത്തുണ്ടായി. കറക്റ്റ് അല്ലേ? ഈ സ്ത്രീകളെ ഉയർത്തുകൊണ്ടാൻ വേണ്ടി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ അപ്പൊ സിനിമയിലൂടെ കളക്റ്റീവ് കോൺഷ്യസ് ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താന്ന് പുള്ളി ഇപ്പൊ CM ആവേണ്ട ആളല്ല, നല്ലൊരു നമ്പർ 1 സിനിമ നടനാവേണ്ട ആളാ ഇപ്പൊ CM ആയിട്ടിരിക്കണേ. കറക്റ്റ് അല്ലേ? അപ്പൊ എൻ്റെ അടുത്ത് ചോദ്യം പറഞ്ഞത്, ഇപ്പോഴത്തെ സിനിമകൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സിനിമകളിൽ വില്ലന്മാർ കംപ്ലീറ്റ് ഹിന്ദി നടന്മാരാ, അല്ലെ? നിങ്ങൾ ഏത് സിനിമ നോക്കിക്കോ, അല്ലെ? KGF അടക്കം. എന്തുകൊണ്ടാണ് അത്? അതിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ സിനിമയിലൂടെ ഉണ്ടാവുന്ന കളക്റ്റീവ് കോൺഷ്യസ്നെസ് വഴി ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക, അതായത് നോർത്തിനെയും സൗത്തിനെയും തമ്മിൽ തല്ലിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ പൃഥ്വിരാജ് ആയാലും ഇപ്പോൾ വിവേകം, പല സിനിമകളും ഹിന്ദി നടന്മാരാണ് വില്ലന്മാർ. ഇത് ജനങ്ങളുടെ ഉള്ളിലേക്ക്, ഇതേ വിജയ് എങ്ങനെയാണ് CM ആയത്, അതേപോലെ ഇവൻ 10 കൊല്ലത്തിനുള്ളിൽ എന്താ മാറും? ഈ സിനിമകൾ വരുന്തോറും ഹിന്ദിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുവാണെന്നുള്ള ഒരു അവബോധം ജനങ്ങളുടെ ഉള്ളിൽ വരും. അങ്ങനെ അത് ഫ്യൂച്ചറിൽ തമ്മിൽ തല്ലും, സൗത്തും നോർത്തും തമ്മിൽ തല്ലും. അത് ഉറപ്പാണ്, ഷുവറാണ്. ഇപ്പം മോദി ഒരു യോഗിയാണെങ്കിൽ പ്രതിയോഗിയായിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. തീർച്ചയായിട്ടും. അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തും, അങ്ങനെ എപ്പോഴെങ്കിലും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് 5 വർഷം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി അന്ന് വയനാട് മത്സരിക്കുകയായിരുന്നു. ഒന്ന് സിമ്പിൾ ലോജിക്കലി ചിന്തിച്ചാൽ പോരാ, തൃശ്ശൂരും തിരുവനന്തപുരം കൂടെ കിടക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് പോയി മത്സരിക്കുന്നു? ഇതെന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ, കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഈ ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറിൽ വരാം, കാർഗിൽ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലോൺ മസ്ക് അതുപോലെ വലിയ ബിൽഗേറ്റ്സ് പോലുള്ള വലിയ കമ്പനികൾ ബഹിർഗമിക്കുന്ന കാർബൺ ഡയോക്സൈഡ് എത്രയാണോ അതിന്റെ തക്ക മൂല്യമുള്ള വൃക്ഷങ്ങൾ, ഓക്സിജൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ കമ്പനികൾ, ഇപ്പോൾ ടെസ്ല കാറുകൾ, ഇതെല്ലാം പുറത്തേക്ക് വിടുന്ന കാർബൺ, അത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് എത്രയാണോ ആ തോതിനനുസരിച്ചുള്ള വൃക്ഷങ്ങളും മരങ്ങളും ഓപ്പോസിറ്റ് വെച്ച് പിടിപ്പിക്കുന്നതാണ് നൈവേദ്യം കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയാം. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വയനാട്. അത് ഈ ഫ്യൂച്ചറിൽ ഈ ലോകത്തുള്ള വലിയ കമ്പനികൾ എത്രത്തോളം കാർബൺ ഡയോക്സൈഡും വസ്തുക്കളും പുറത്തേക്ക് വിടുന്നോ അതിൻ്റെ അത്രയും വൃക്ഷങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിക്കണം. അത് എവിടെ വെച്ച് പിടിപ്പിക്കും?
അത് കാട് പോലുള്ള സ്ഥലത്ത് വെച്ച് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വയനാട് പോലുള്ള സ്ഥലത്ത് പുള്ളി മത്സരിച്ചത്. അപ്പോൾ വയനാട് ഇൻ ഫ്യൂച്ചർ ഇപ്പോഴല്ല, ആഫ്റ്റർ 10 ഇയർ, ഈ തുരങ്കപാതയൊക്കെ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ 10 ഇയർ 20 വർഷം കഴിയുമ്പോഴാണ് വയനാട് എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഉയരുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതല്ലാണ്ട് വേറെ സീക്രട്ടും പറഞ്ഞുതരാം. പുള്ളി സൗത്ത് ഇന്ത്യനെ ബേസിൽ ഇപ്പം വിജയുടെ കൂടെ പുള്ളി ഇരിക്കണ്ടായിരുന്നല്ലോ, ഇനി വി ഡി സതീശ് ഇവിടെയും വരും ആള് പുള്ളി. ഇതിന്റെ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയാണ് ഇനി ഫ്യൂച്ചറിൽ വളരാൻ പോകുന്നതെന്നും ഈ രാഹുൽ ഗാന്ധിയും അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതായത് ഇവിടുത്തെ പോർട്ടുകൾ കംപ്ലീറ്റ് അദാനിയുടെ കയ്യിലാണ്, അദാനിയും കൂടി ഇവർ 3 ഗ്രൂപ്പ്, അതായത് വിജയ്, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറ്, അദ്ദേഹം, അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ ACC സിമെന്റ് അടക്കം അദാനി ഗ്രൂപ്പ് ഓഫ് മേടിച്ചപ്പോൾ. കാരണം കോൺക്രീറ്റ് റോഡുകൾ, ഇനി ബിൽഡിങ്സ്, ഇനി വരാൻ പോകുന്നത് തീരദേശ മേഖലയിലെ ബിൽഡിങ്സാണ്. സോ ഇവിടെ എന്താ രാഹുൽ ഗാന്ധി എന്താ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഊറ്റിയെടുക്കുന്ന ഇന്ധനം, ഇവിടുന്ന് ഊറ്റിയെടുക്കുന്ന ഊർജ്ജം, ഇതിന്റെ മെയിൻ ആള് രാഹുൽ ഗാന്ധി ആവുക. ആൾക്ക് രാഷ്ട്രീയമല്ല, ബിസിനസ് മൈൻഡാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയുടെ, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, ഒരു സ്ഥലം എവിടെയാണോ വളരുന്നത് അതിന്റെ കൂടെ നിൽക്കുക, സാധാരണ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആൾക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യനെ ഫോക്കസ് ചെയ്ത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. സോ അദ്ദേഹം, അതായത് നോർത്തിലല്ല ആൾക്ക് കൂടുതൽ ചെയ്യേണ്ടത്, സൗത്തിലാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് ആളോട് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതൽ പ്രവർത്തനങ്ങൾ വരുത്തുന്നത്. ആൾക്കറിയാം ഇപ്പോഴല്ല, ഒരു 10-20 വർഷം കഴിയുമ്പോൾ പുള്ളിയുടെ പവർ എന്താണെന്ന് ലോകം മനസ്സിലാക്കുള്ളൂ. അപ്പം ഇപ്പം നിലവിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിങ്ങലിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഓക്കെ, ആദ്യം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അവസ്ഥ പറഞ്ഞാലല്ലേ അടുത്ത സർക്കാരിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു ഭൂതം ഭാവി, അതായത് പണ്ട് നടന്ന കാര്യം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് മാത്രമാണ് ഫ്യൂച്ചർ എന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ദൂർത്തടികളും അതുപോലെ തന്നെ കടങ്ങൾ, അല്ലേ? ഇപ്പം ഈ റോഡുകളെല്ലാം കടം വെച്ചിട്ടാണ്. അപ്പോൾ വി ഡി സതീശൻ സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റാണ് എനിക്ക് സെക്യൂരിറ്റികൾ വേണ്ടാന്ന്. അതിന് ചെലവ് കുറയ്ക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെലവ് കുറച്ചിട്ട് ഫോക്കസ്, അതായത് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്താ? പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അത് ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതുകൊണ്ട് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, പുള്ളി ചെയ്യാൻ പോകുന്നത് ബിസിനസ്, ഈ പ്രശ്നങ്ങൾ, യൂണിയൻ പോലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഇല്ലാതാക്കി ഈ ബിസിനസ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ചെറുകിട സംരംഭങ്ങളില്ലേ, കുട്ടി സംരംഭം, അതിൽ കൂടുതൽ കുടുംബശ്രീ പോലുള്ള ഇതിലേക്ക് ആൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഈ സൗത്ത് ഇന്ത്യ ഫേമസ് ആവും. അപ്പോൾ ഈ വി ഡി സതീശൻ സാർ ചെയ്യാൻ പോണ കാര്യം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുകിട സംരംഭങ്ങളും ചെറുകിട സ്ഥാപനങ്ങളും ഇതിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണ് ആൾ ചെയ്യുക. ആദ്യം ചെയ്യാൻ പോണ പരിപാടി അതാ ഫസ്റ്റ്. ഈ വി ഡി സതീശൻ സാറിന്റെ ജാതകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടോ? സോറി, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ഇനി നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ പുള്ളിയുടെ ജാതകം, പുള്ളിക്ക് എപ്പോൾ അപകടം പറ്റും, ആൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ, ഒരാളെ ഫാമിലി അങ്ങനെ പറയാൻ പറ്റും. ബട്ട് അങ്ങനെ ഒരു പബ്ലിക്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചും കാര്യങ്ങളും പറയണം. കാരണം നാളെ ലോകം അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പറയാൻ പറ്റില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം ഉത്തരം ഞാൻ തരാം. അങ്ങനെ നോക്കുമ്പോൾ ഈ എത്ര രാഷ്ട്രീയക്കാരുടെ ഭാവി കറക്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്? ഗുഡ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവമേ ഇല്ലാതാകാൻ പോകാമെന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കിയോ? തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഓക്കെ, കറക്റ്റ്. എന്നാൽ കേട്ടോളൂ. 2030 കൂടിയിട്ട് രാഷ്ട്രീയം, അതായത് ഓൾ ഇന്ത്യ ഇലക്ഷൻ വയ്ക്കാൻ പോകും. 1 ഇന്ത്യ ഇലക്ഷൻ എന്ന സംഭവമാണ് ഇനി അടുത്തത് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഇലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞതിലേക്ക് വരും. കാരണം ഇപ്പൊ തന്നെ അറിയാം നമുക്ക് ട്രംപൊക്കെ രാജഭരണം വരുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കറക്റ്റ്. ആ രാജഭരണം, ഇപ്പൊ രാജാവ്, ഇപ്പൊ സൗദി അറേബ്യയിൽ രാജാവുണ്ട്, കറക്റ്റ് അല്ലേ? എന്നിട്ടും രാജ്യം ജനങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നില്ലേ? അല്ല, അപ്പൊ രാജഭരണം, രാജാവ് എന്ന് പറഞ്ഞ സംഭവമല്ല, ഇറ്റ്സ് ഒരു ടീം. ആ ടീം അത് അവരാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഈ ഒരു ടീമിന്റെ ബേസിലായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷൻ വേണ്ട, ഈ ഇലക്ഷൻ പ്രശ്നമാണെന്നും ഇലക്ഷൻ വേണം, 1 ഇന്ത്യ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ 2030 കഴിഞ്ഞാൽ ഇലക്ഷനെ ഇല്ലാതാക്കാൻ പോകുന്നൊരു മാസ്റ്റർ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും സംഭവിക്കും. അപ്പൊ നമ്മുടെ രാജ്യം തിരിച്ച് രാജഭരണത്തിലേക്ക് മടങ്ങി പോകും? അല്ല, രാജഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ വാളും ആ സിസ്റ്റം അല്ല, അങ്ങനെയല്ല പോവുക, ഒരിക്കലും അങ്ങനെ വരില്ല. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റഷ്യയുടെ പ്രസിഡന്റ്, അതുപോലെ ഹി ജിൻപിങ് അതുപോലുള്ള ആളുകൾ, അപ്പോൾ നെതന്യാഹു പോലുള്ള അവരൊക്കെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു 10, ഇതൊക്കെ ബൈബിളിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10 കടലിൽ നിന്നൊരു മൃഗം കരക്കയറുന്നു കണ്ടു, അതിൽ 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു, അതിൽ ചെറിയ കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ 10 രാജാക്കന്മാർ, 10 തലകളാണ് ഈ ലോകം മൊത്തം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. ലോകം അവസാനിക്കും? ഒരിക്കലും ഇല്ല, ലോകം അവസാനിക്കില്ല. ഞാൻ എൻ്റെ പേരിൽ അത് എഴുതി ഒപ്പിട്ട് തരുമെന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ പേര് മാറ്റി. ലോക അവസാനം എന്ന് പറഞ്ഞ സംഭവം ഈ ഭൂമിയിലില്ല, അങ്ങനെ സംഭവമില്ല. ഇപ്പോൾ 5000 വർഷമായിട്ട് നിലനിൽക്കുന്ന ബൈബിളായാലും ഖുറാനായാലും ഭഗവത്ഗീത അതിലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല.
അതായത് കലിയുഗം വരും എന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ലോകം, ഈ ഭൂമി അവസാനിക്കും, ഇല്ലാതാവും എന്ന് പറയുന്നില്ല. ജനങ്ങളെ ഇല്ലാതാക്കുന്നു, ഈ സിസ്റ്റത്തെ ഇല്ലാതാക്കുന്നു പറയുന്നുണ്ട്. അതെല്ലാം മതഗ്രന്ഥങ്ങളും കറക്റ്റ് ചെയ്യും. ഈ സിസ്റ്റം ഇല്ലാതാക്കി പുതിയൊരു സിസ്റ്റം വരും, പുതിയൊരു ജനത വരും. അത് സംഭവിക്കുന്നത് 2620 കാലഘട്ടത്തിലാണ് ആ ഒരു സിസ്റ്റം സംഭവിക്കാൻ പോകുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിസ്റ്റം ഇല്ലാതായി 2600, അതായത് ഇനിയൊരു 600 പരിണാമം സംഭവിക്കുന്നതാണ് പറയുന്നത്. ഇനി ഒരു പരിണാമം, യെസ്, അടുത്ത പരിണാമം സംഭവിക്കുന്നത് 2620 എന്ന വർഷത്തിലാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ലോകത്തെ ടെക്നോളജിയുടെ ഒരു വളർച്ച, അത് എയിലോട്ട് വളർന്നു. ഇനിയിപ്പം റോബോട്ട്സ് വരുന്നു, മനുഷ്യൻ്റെ കാര്യങ്ങൾ എല്ലാം റോബോട്ട്സ് ചെയ്യുന്നു, ആൾക്കാരെല്ലാം വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകമാനവികതയുടെ ഒരു ഭാവി എന്താണ്? അത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 വരുന്നു, 5.0 വരുന്നു, ഇങ്ങനെ ഓരോ, അതായത് ലോകം 100 കൊല്ലം കൊണ്ട് ഉണ്ടാക്കണ വളർച്ച 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുക. അതെങ്ങനെ AI വെച്ചിട്ട് ഉണ്ടാക്കണേ. അപ്പൊ ലോകത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, ഇപ്പൊ ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി CM ആവേണ്ടത് ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതാണ് സ്പീഡ്. ആ സ്പീഡിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, അതുപോലെ തന്നെ ഇനിയിപ്പോ എലോൺ മസ്കിന്റെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവില്ല, സ്കൂൾ ഗ്രൗണ്ട്, അവിടെയൊക്കെ ഫ്ലൈൻ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഇതിലേക്ക് ഫ്യൂച്ചറിൽ വരാൻ പോവാ, ഇലക്ട്രിക്കൽ ഫ്ലൈറ്റുകളൊക്കെ വരാൻ പോണേ. അപ്പോൾ ഈ പറയുന്ന ടെക്നോളജിക്കൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇനിയും 100 കൊല്ലത്തേക്ക് പോകുന്നർത്ഥം. ഇനിയും, അതായത് ഇനി ഈ പറയുന്ന, അതായത് ഡെലിവറി, ഇപ്പോൾ ഡ്രോൺ ഡെലിവറി സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പോവുക. അതായത് ഡ്രോൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ ആയിരിക്കും നമ്മുടെ ചൈനയിൽ വരുന്ന പോലെ ഡ്രോണിലായിരിക്കും കൊണ്ടുവരാം. അപ്പോൾ ഫ്യൂച്ചർ ടെക്നോളജി എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ബട്ട് വേറൊരു കാര്യമുണ്ട്, മനുഷ്യനെ പണി ചെയ്യാതിരിപ്പിക്കുക എന്നാണ്. AI വന്നതോട് ഒരുപാട് കാര്യം മാറി. അപ്പൊ ഇനി ഒരു 10 ഇയർ, ഒരു 10-20 വർഷം, ഞാൻ 20 വർഷത്തിന്റെ കണക്ക് പറഞ്ഞ, ഒരു 20 വർഷം കഴിഞ്ഞാൽ കൂടുതൽ മനുഷ്യന്മാർക്കും ജോലി ഉണ്ടാവില്ല, വീട്ടിലിരുന്നാൽ മതി. അപ്പൊ UBI എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അതായത് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, പണം ഞങ്ങൾ ക്രിപ്റ്റോ കറൻസി എന്ന രീതിയിൽ നമ്പർ തരും, നിങ്ങൾ ആ പണം കൊണ്ട് എന്ത് വേണം ചെയ്യാം, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, വീട്ടിലിരിക്കുക. അങ്ങനെ നമ്മൾ ഇരിക്കാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2040 വർഷം എന്ന് വിചാരിക്കുക, 2050 2050 നമ്മളിപ്പോൾ ഇരിക്കുകയാണ്, ഈ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ചിന്തിക്കണം, ഇത് 2050 നമ്മൾ ജോലിക്ക് പോകണ്ടാവും. ജോലിക്ക് പോകാതെ നമുക്ക് മാസം മാസം ഒരു 20,000 30,000 അല്ലെങ്കിൽ 50,000, അന്നത്തെ പൈസ 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം ക്രെഡിറ്റ് ആവുന്നു. എല്ലാ മാസവും 1 തീയതി നമുക്ക് പൈസ ക്രെഡിറ്റ് ആയി. അതായത് നമ്പറായിരിക്കും ക്രെഡിറ്റ് ആവാണ്ട്, പണം അല്ല, പണം ഇല്ലാതാവാൻ പോകാണല്ലോ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി പോലെ ക്രെഡിറ്റ് ആവും. ഇതുകൊണ്ട് നമ്മൾ ഒരു മാസം ഫുള്ള് ചിലവാക്കും, വീട്ടിൽ വന്നിരിക്കും. സോ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അടുത്ത ചിന്ത എന്തായിരിക്കും? മനുഷ്യൻ ഞാൻ എന്തിന് ജനിച്ച്, എന്തിന് ജീവിക്കുന്നു, എന്താണ് ഈ ലോകം ഇങ്ങനെ എന്നുള്ള ചിന്ത അല്ലേ വരാ. ആ ചിന്തിപ്പിക്കാൻ വേണ്ടി, മനുഷ്യകുലത്തിനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം വരുന്നത്, UBI. നിങ്ങളാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് വ്യക്തം, പല സ്ഥലത്തും അത് പ്ലാനിങ് നടപ്പിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണെന്നും നമ്മൾ എന്തിന് ഇങ്ങനെ വന്നുവെന്നും എന്തിനിങ്ങനെ ജനിച്ചുവെന്നും ചിന്തിക്കാൻ ദൈവം, ഗോഡ് അല്ലെങ്കിൽ പ്രകൃതി ഒരുക്കിയ ഒരു കെണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കെണിയാണത് UBS. അപ്പം അത് തൊഴിൽ എന്നുള്ളൊരു സമ്പ്രദായം അല്ല, തൊഴിലുണ്ടാവും, തൊഴിലില്ലാതെ ഇരിക്കില്ല. തൊഴിൽ, അതായത് നമുക്ക് തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തൊഴിൽ ചെയ്യാം. ബട്ട് നമുക്കൊരു സംഖ്യ ക്രെഡിറ്റ് ആവുന്നു, പിന്നെ ഞാൻ എന്തിന് ജോലിക്ക് പോകണം എന്ന് ആലോചിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട്. അവരാണ് ഇരുന്ന് ചിന്തിക്കുക, അവരാണ് ഈ ആത്മീയതര പാതയ്ക്ക് കൂടുതലും. അപ്പൊ അതായത് എത്രത്തോളം ടെക്നോളജി വളർന്നു വലുതാവുന്നുവോ അത്രത്തോളം ആത്മീയതയും വളർന്നു വലുതാവും. അതിന്റെ ഇതാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ ആത്മീയത, എത്രയോ നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ട്. അവർക്ക് എന്താ പിടിച്ച ഇവിടെ നിലനിൽപ്പില്ല, അവർക്ക് ഇല്ല, ആ വളർച്ചയില്ല. അവർക്ക് ഒരു കൂട്ടം ആളുണ്ട്, അവർ പ്രസംഗിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് എന്നല്ലാതെ അവർക്ക് വളരാൻ പറ്റുന്നില്ല. ബട്ട് ആസ്ട്രോളജിമാർ വളരുന്നു, അമ്പലം വളരുന്നു, അല്ലെ, ആത്മീയത വളരുന്നു, സ്ത്രീകൾ വളരുന്നു, ആത്മീയതര പാതലിക്കുന്നു, മറ്റേ പൊങ്കാല ഇടുന്നു, ഇതൊക്കെ വളർച്ചയാണ്. അപ്പൊ ആത്മീയത ഒരിക്കലും നശിക്കില്ല. ഇത് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ആത്മീയത വളർന്നുകൊണ്ടേയിരിക്കും, ഇതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ AI പറ്റി ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഈ ജ്യോതിഷം അല്ലെങ്കിൽ ആസ്ട്രോളജിയിൽ ഇപ്പം ഈ കമ്പ്യൂട്ടർ ജാതകം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഭാവി നിർണ്ണയം, അപ്പോൾ ഈ AI ഇത് തമ്മിൽ പ്രശ്നം വരുമോ? ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാരണം കമ്പ്യൂട്ടർ ജാതകം എന്താണ്? കമ്പ്യൂട്ടർ ജാതകമായാലും, അതായത് പണ്ട് കാലത്ത് പണിക്കന്മാർ സൂര്യൻ്റെയും ഗ്രഹങ്ങളെ പൊസിഷൻ നോക്കിയിട്ട് ഗ്രഹനില ഉണ്ടാക്കിയിട്ട് രാഹു ഇവിടെ, ഇന്നിപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ട് ആ കുട്ടിയുടെ ജാതകം ഉണ്ടാക്കി കൊടുക്കും. അത് കമ്പ്യൂട്ടർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് കമ്പ്യൂട്ടർ ജാതകത്തിനും ഒരു മനുഷ്യന് തെറ്റ് പറ്റാം. കണക്ക് കൂട്ടുമ്പോൾ കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ജാതകം കറക്റ്റ് അടിക്കും, ഈ സ്ഥലത്തിന്റെയും ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. ബട്ട് അതല്ല, ഈ ജാതകത്തെ
പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതിനാണ് സെൻസ്. അതായത് മനുഷ്യന്റെ സെൻസ് എന്ന് പറഞ്ഞാൽ ആ സാധനം വർക്ക് ചെയ്തിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. എല്ലാ ജാതകവും ഈ കാലത്തിലും എല്ലാ പണിക്കാരും കൊടുത്താൽ ഒരുപോലെ പ്രഡിക്റ്റ് ചെയ്യില്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യും. പക്ഷെ കുറെയൊക്കെ ആ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നവർ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉത്തരതാണ്. കമ്പ്യൂട്ടർ ജാതകം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഗണിക്കുന്നത് കമ്പ്യൂട്ടർ ഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഈ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഒറ്റ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് നാനാവിധങ്ങളിലുള്ള മതങ്ങളുണ്ട്. അപ്പം ഈ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണോ, അതോ ഈ മതങ്ങൾ തന്നെ ഇവിടെ അതിൻ്റെ ഒരു റെലവൻസ് ഉണ്ടോ? അതായത് ഇപ്പം ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രേക്ഷകർ കൺഫ്യൂഷൻ ആവും. ഞാൻ ആ ചോദ്യം താങ്കളോട് ഞാൻ തന്നെ ചോദിക്കാം. മതങ്ങളും ദൈവങ്ങളും പല രീതിയിൽ വിഭജിച്ച് കിടക്കാണല്ലോ. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ആൻസർ പറഞ്ഞത്. എവറിത്തിങ് ഈസ് ആസ്ട്രോളജി. അതായത് നിങ്ങൾ മഹാഭാരതം വായിച്ചാലും ഖുറാൻ വായിച്ചാലും ബൈബിൾ വായിച്ചാലും ലോകത്തുള്ള മതഗ്രന്ഥങ്ങളും ഇന്ന് കാണുന്ന സിനിമകളും, ഞാൻ വേണമെങ്കിൽ അതിന് പ്രൂഫ് എൻ്റെ ചാനലാണ്, ഞാൻ പ്രൂഫ് ഞാൻ കൊടുക്കാം. ഈ സ്ഫടികം സിനിമയൊക്കെ ഞാൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ, ഒരു പുസ്തകം വിജയിക്കണമെങ്കിൽ, ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട് CM ആയാലും ശരി വിജയിക്കണമെങ്കിൽ വിജയിച്ചതിൻ്റെ കാരണം ആസ്ട്രോളജി എന്നുള്ള സാധനം, നക്ഷത്രങ്ങളും സ്റ്റാറുകളും ആസ്ട്രോളജി എന്നുള്ള സാധനം കണക്ട് ആവാണ്ട് ഈ ഭൂമിയിലൊന്നും വിജയിക്കില്ല, സക്സസിലേക്ക് പോകില്ല എന്നർത്ഥം. സക്സസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റില്ല, മറിഞ്ഞിരിക്കുന്നുണ്ടാവും പലരും. ഇപ്പോൾ ബ്രൗൺ ഷുഗർ വിൽക്കുന്നവരും കഞ്ചാവ് വിൽക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലില്ലേ, പക്ഷെ ഫേമസ് ആണ്. ബട്ട് ആർക്കും അറിയില്ലല്ലോ ഇവൻ കഞ്ചാവ് വിൽക്കുന്നതാണ്, ഇവൻ്റെ കയ്യിൽ 50 കോടി രൂപയുണ്ട്, ഇവ ഇപ്പോഴും കഞ്ചാവ് വിൽക്കുന്നു, സ്വർണ്ണം ബ്ലാക്കിൽ വിൽക്കുന്ന അറിയില്ല. അപ്പൊ അതായത് വളർച്ച മുൻപിൽ കാണുന്നത്, നമ്മുടെ കൺമുൻപിൽ കാണുന്ന വളർച്ച ഉണ്ടെങ്കിൽ അതിനെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടു. ഇവൻ ഖുറാനായാലും ബൈബിൾ ആയാലും ഭഗവത്ഗീത ആയാലും എല്ലാം ആസ്ട്രോളജി ജ്യോതിഷമാണ്, 100% ജ്യോതിഷമാണ്. ഇത് പഠിച്ചുകൊണ്ട് പറയാണ്, വെറുതെ ചുമ്മാ തട്ടിവിടുന്നതല്ല. അപ്പം ഈ ഭാവി നിർണയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കറക്റ്റ്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഭാവി അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഭാവി, ഇപ്പം നമ്മൾ നേരത്തെ രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ ഭാവി നിർണയം എന്ന് പറയുമ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? നല്ല ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരുപാട് പേര്, പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്ന സംഭവമാണ്. ഈ ഭാവി ദൈവം തീരുമാനിച്ച്, ഇപ്പം നമ്മളും മുൻജന്മത്തിൽ ഇന്ന ആളാണ്, അതിനുശേഷം ഞാൻ അടുത്ത ജന്മം എടുത്തു, അപ്പം ഞാൻ ഒരു 2-3 നേരം കുത്തിക്കൊന്നു, അപ്പം അടുത്ത ജന്മം എടുത്തു. അപ്പം ഞാൻ കുത്തിക്കൊന്നു എന്താ കാരണം? മുൻജന്മത്തിൽ എന്നെ അവൻ കുത്തിക്കൊന്നുകൊണ്ട് ഈ ജന്മം ഞാൻ അവനെ കുത്തിക്കൊന്നു. കറക്റ്റ്. അതിനുശേഷം ഞാൻ മരിച്ചു, ദൈവത്തിന്റെ അടുത്ത് പോയി. ദൈവം പറയാണ്, നീ ഇത്ര പേരെ കുത്തിക്കൊന്നത് കൊണ്ട് നിന്നെ ഞാൻ അടുത്ത ജന്മം ഞാൻ നിന്നെ പിച്ചക്കാരനായിട്ട് ജനിപ്പിക്കുന്ന പറഞ്ഞാൽ അതിൽ ലോജിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കല്ലേ, ദൈവമേ മുൻജന്മത്തില് അവനെ ഞാൻ കുത്തിക്കൊന്നാണ്, അല്ല അവൻ എന്നെ കുത്തിക്കൊന്നാണ്, ഈ ജന്മം ഞാൻ കുത്തിക്കൊന്ന, ഇതിങ്ങനെ ലോജിക്കലി ശരിയാവുമെന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ് കാര്യം. പ്രേക്ഷകരായാലും ശരി. സോ എന്റെ ചോദ്യം ഇത് തന്നെയാണ്. അപ്പൊ ലോജിക്കലി അത് തെറ്റാണ്. അതിന് ഉത്തരം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഒരു മനുഷ്യന് മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ട്. അത് അവൻ ഒരു 33 വയസ്സിനുള്ളിൽ അത് തീർക്കും. മുൻജന്മ കർമ്മ. ഈ മുൻജന്മ കർമ്മം 33 വയസ്സിൽ തീർക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എവിടെ ജനിക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ട്രോമകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഇവൻ അനുഭവിക്കണം എന്ന് അത് ഉണ്ട്, അതുള്ളതാണ്. അത് അച്ചടിച്ച് അവന്റെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനുശേഷം 33 വയസ്സിന് ശേഷം, 33 വയസ്സിന് അക്യുറേറ്റ് അല്ല, 30 മുതൽ 35 വയസ്സ് വരെ, ചിലപ്പോൾ 38 വയസ്സ് വരെയൊക്കെ പുരുഷന്മാർക്ക് പോവാം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് കുറയും. 25 വയസ്സ് മുതലാണ് അത് ആരംഭിക്കാം, 35 വയസ്സിനുള്ളിലാണ് ആ ഡയറക്ഷൻ വരിക, കുട്ടികളൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ആ കർമ്മ എന്താണോ അതാണ് അവന്റെ ഭാവി. ക്ലിയർ ആയി തോന്നുന്നു. അതായത് 33 വയസ്സിനുള്ളിൽ ഇവൻ ചെയ്തത് എന്താണോ, അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ ഇവൻ ചെയ്തു വെച്ച കർമ്മങ്ങളും ഇവന്റെ ചിന്താരീതിയും. അതുകൊണ്ടാണ് മനുഷ്യനും ബ്ലാക്ക് മൈൻഡ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മളൊരു കോഴി അല്ലെങ്കിൽ താറാവ്, രണ്ടും ഒരു മുട്ട, ഒരു കോഴി തന്നെ വിരിയിക്കും, അല്ല താറാവിന്റെ മുട്ടയും കോഴിക്കുഞ്ഞും കുട്ടികൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക. ഒരു കിണ്ണത്തിൽ ഒരു വെള്ളം കണ്ടാൽ താറാവ് ജമ്പ് ചെയ്ത് വെള്ളത്തിൽ ചാടും, കോഴി ചാടില്ല. ഇതിനെ എന്ത് പറയും? പ്രീ മെമ്മറി, അതായത് മെമ്മറി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനും ബ്ലാങ്ക് പേപ്പറോടെ വെച്ചാണ്. മസിൽ മെമ്മറി ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മനുഷ്യനെ കുറെ കാര്യങ്ങൾ ബ്ലാങ്ക് ചെയ്ത് വെച്ചതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിനെല്ലാം അടക്കി ഭരിക്കാനും നിനക്ക് ഏത് രീതിയിൽ പോകണമോ, നിനക്ക് ആരായിത്തീരണോ, അത് നിന്റെ വളർച്ചയും നിന്റെ അച്ഛനമ്മയും നിന്റെ ആ ചുറ്റുപാടും, ആ വളർന്നു വരുന്ന ചുറ്റുപാടും, നിനക്ക് ഏതെല്ലാം രോഗങ്ങൾ വരണോ അത് അവൻ ജനിച്ച് വളരുന്ന ആ ചുറ്റുപാടിലുള്ള പഴങ്ങളും പേരക്കയും മാങ്ങയും തേങ്ങയും എല്ലാം തിന്നുമ്പോൾ അവന്റെ ഊർജ്ജം, അപ്പൊ അവൻ ചിക്കനും ബർഗറും തേങ്ങ കഴിക്കുമ്പോൾ അവന്റെ ആ ഊർജ്ജം കുറയുന്നു. നാട്ടിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഊർജ്ജം കൂടുന്നു. അത്രേ ഉള്ളൂ. കുറയുന്നു കൂടുന്നു, അത്രേ ഉള്ളൂ. അതിലും മാറ്റമൊന്നുമില്ല. ഈ ഭാവി എന്ന് പറയുന്നത് 30-35 വയസ്സിന് മുകളിലേക്ക്. യെസ്. അതിനുശേഷം അവന്റെ ചിന്ത, അതായത് അങ്ങനെയല്ല, 33-35 വയസ്സ് വരെ അവന്റെ ചിന്തകള്, തോട്ട്സ് എന്താണോ ആ തോട്ട്സ് ആണ് അവന്റെ ഫ്യൂച്ചർ.
അതുവരെയാണ് ദൈവത്തിന് കണക്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അവന്റെ കർമ്മയാണ്, അവനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ 35 വയസ്സിന് മുമ്പേ മരിച്ച ഒരാൾക്ക് ഭാവിയില്ലേ? ഉണ്ട്. കർമ്മഫലമായിട്ട് മരിക്കുന്നവരുണ്ട്, ഭൂമിയിലെ കർമ്മയിൽ മരിക്കുന്നവരുണ്ട്. അപ്പൊ 35 വയസ്സിന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ആ കർമ്മ ബാലൻസ് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ വിവേകാനന്ദൻ അല്ലെ, അദ്ദേഹം വലിയൊരു മഹാനായിരുന്നില്ലേ, പക്ഷെ ചെറുപ്രായത്തിലേ മരിച്ചുപോയി. ശ്രീബുദ്ധൻ മരിച്ചത് വൈറൽ അസുഖം കൊണ്ടാണ്, അവരുടെ ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അറിയുന്നില്ല ഈ സംഭവം. ഇതിന് വിളിക്കുന്നവരും കർമ്മ. നമ്മളറിയാതെ മരണം ഇങ്ങനെയാണ് എന്നറിയാതെ നമ്മൾ മരിച്ചു പോകുന്നത് ഒരു കർമ്മയാണെന്ന് അർത്ഥം. ആ കർമ്മം കൂടി അവനെ എഫക്റ്റ് ആവും. കാരണം ചെയ്തു വെക്കാനുള്ളത് വെക്കാണ്ട് നീ പോയി കഴിഞ്ഞാൽ തിരിച്ച് അടുത്ത ജന്മത്തിൽ ഈ കർമ്മ തന്നെ എഫക്റ്റ് ആവുകയും ഈ കർമ്മയിൽ തന്നെ എവിടെയാണോ നീ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങി വെക്കുന്ന രീതിയിലേക്ക് അവനെ ജനിപ്പിക്കും. ഇങ്ങനെയാണ് മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള ആ കണക്ഷൻ. അത് വീണ്ടും എവിടെയാണോ നിർത്തിയത്. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ആസ്ട്രോളജറാണ്, ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് ഉണ്ടായി, എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇന്ന് മരിച്ചു പോയാൽ അടുത്ത ജന്മം, അപ്പം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, ഇവിടെ ആസ്ട്രോളജി ഡെവലപ്പ് ചെയ്ത് കേരളത്തിന് മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാന്നുള്ളതല്ല എൻ്റെ എയിം. അപ്പം ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എൻ്റെ എയിം ഏതായിരുന്നു? നല്ലതായിരുന്നു എൻ്റെ എയിം. നല്ലത് ആണെങ്കിൽ എന്നെ ആസ്ട്രോളജിയുടെ ഒരു ഫാമിലിയിൽ തന്നെ അടുത്ത ജന്മം പിറവിയെടുക്കും. അവിടെ നിന്ന് എനിക്ക് ഞാൻ നിർത്തിവെച്ച ഈ പോയിന്റ് എവിടെയാണോ ഒരു 10-30 വയസ്സിനുള്ളിൽ ഇതേ നിർത്തിവെച്ച ഇതേ സ്ഥലത്ത് നിന്ന് എനിക്ക് വീണ്ടും ആരംഭിക്കാൻ പറ്റും. ഇപ്പൊ ലോജിക്ക് ക്ലിയർ ആയോ? അപ്പം അങ്ങനെ നോക്കാം. ഇപ്പം മരണത്തെ പറ്റി പറഞ്ഞോണ്ട് ചോദിക്കാണ്, ഈ എനർജി, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ഒക്കെ പറയുമ്പോൾ മരണം നെഗറ്റീവ് എനർജിയാണോ? ഇല്ല, നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഒന്നുമില്ല. ഇപ്പോൾ ചില ആളുകളുണ്ട്, നമ്മൾ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു, അപ്പോൾ ഭാര്യ പറയും അയ്യോ എൻ്റെ ജീവനെടുത്ത് എൻ്റെ ഭർത്താവിന് ജീവൻ കൊടുത്തിട്ട് മരിക്കുന്ന സിനിമകളിൽ, റിയാലിറ്റിയിൽ ഞാൻ കണ്ടിട്ടില്ല, സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ തത്വം എന്താണ്? അതായത് ഞാൻ മരിച്ചിട്ടായാലും, കാരണം കർമ്മം, അതായത് എൻ്റെ ഭർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവനെടുത്ത് എൻ്റെ ഭർത്താവിന് ജീവൻ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ജീവൻ വെടിയുന്ന ആളുകളില്ലേ. അപ്പം ആ പെണ്ണ് സന്തോഷത്തോടെ മരിക്കണേ, ദുഃഖത്തോടെ മരിക്കണേ? സന്തോഷത്തോടെ. കറക്റ്റ് അല്ലെ? അപ്പൊ അവരുടെ ആത്മാവ് ട്രാൻസ്ഫർ ആവുന്നു. ഇയാളെ എനിക്ക്, ഞാൻ സിനിമയുടെ പറഞ്ഞിട്ടാ, റിയാലിറ്റിയിൽ ഇങ്ങനെ സംഭവം നടക്കില്ല. അപ്പൊ ആ മരിക്കുന്ന വ്യക്തി, അപ്പൊ പല മരണങ്ങളും സന്തോഷത്തോടെ മരിക്കുന്നുണ്ട് ചില ആളുകൾ. എത്രയോ ആളുകൾ എൻ്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ തൃപ്തിയായി മനസ്സത്തിൽ മരിക്കുന്നുണ്ട്. അപ്പൊ മരണം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ മരിക്കുന്നു, ആ മരിക്കുന്ന സമയത്ത് അവന്റെ ചിന്തകൾ എന്താണെന്നാണ് അവന്റെ മെമ്മറി. ആ മെമ്മറിയിലാണ് അവൻ അടുത്തത് എനിക്കെന്ന്. അതായത് മരണത്തിന് മുമ്പ് ചെയ്യാൻ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാതെ ആണല്ലോ മരിച്ചു പോയെന്ന് കരുതി അവൻ മരിച്ചാൽ ആ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് അവൻ അവിടെ ജനിക്കും. തെണ്ടിത്തരങ്ങളും തെമ്മാടത്തരങ്ങളും ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേ കാറ്റഗറി തന്നെ അവൻ വീണ്ടും ജന്മം എടുക്കുന്ന അർത്ഥം. അതിനനുസരിച്ച് അവന് കർമ്മ എഫക്റ്റ് ആയിട്ട് ജയിലിൽ പോവാം, അല്ലെങ്കിൽ പോലീസ് പിടിക്കാം, വട്ടവർ. അപ്പം ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തിന് എത്ര സമയം എടുക്കും? ടൈം പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവന്റെ ആഗ്രഹം, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, ഞാനും മരിച്ചു. അപ്പൊ ഈ ആസ്ട്രോളജി കൺസെപ്റ്റ് ഇനി കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായി കേരളത്തിൽ. ഇനി ആസ്ട്രോളജി കൺസെപ്റ്റ് അടുത്തൊരു 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതുപോലെ ഒരു ആസ്ട്രോളജർ ഒരു അച്ഛനമ്മയും കല്യാണം കഴിച്ച് അതിലായിരിക്കും ഞാൻ ജനിക്കുക. അപ്പോൾ എൻ്റെ ജനനം ആഫ്റ്റർ 100 ഇയർ വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ കർമ്മ, അതായത് ഈ ഭൂമിക്ക് ഒരു കർമ്മ ഉണ്ടെന്നാണ് എന്റെ തിയറി. ആകാശത്തെ കർമ്മയല്ല, ഭൂമിക്ക് ഒരു കർമ്മയുണ്ട്. ആ ഭൂമിക്ക് കർമ്മയില്, ഇപ്പൊ ഞാൻ ജനിച്ചത് എന്റെ സ്വദേശം പാഴായി പുതുക്കാട് എന്ന സ്ഥലത്താണ്. അവിടെ എനിക്കൊരു കർമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ജനിച്ചിട്ടുണ്ടാവുക. താങ്കൾ നിങ്ങളുടെ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കർമ്മ എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ തോട്ട്സ്, മുൻജന്മ തോട്ട്സും ചിന്തകളും എവിടെയാണോ ഉണ്ടായിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് നാട്ടിലാണോ അങ്ങനെയുള്ള ആളുകൾ അവിടേക്ക് നിങ്ങൾ പറഞ്ഞു വിടുന്ന അർത്ഥം. ഇപ്പൊ ലോജിക്ക് ക്ലിയർ ആയോ? കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കന്യാകുമാരിയിലായിരുന്നു എന്ന് പറഞ്ഞു. അത് മുൻജന്മം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പറയും, ഞാനും ഇതുപോലത്തെ ഒരു ഫാമിലി ജനിച്ചിട്ടുള്ള സോള്, അഗസ്ത്യന്റെ സോളുമായിട്ട് പ്രൂഫ് ഉണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഇപ്പോൾ എന്തെങ്കിലും തള്ളി മറിക്കാം, ബട്ട് ഇതിന് ഞാൻ പ്രൂഫ് ഉണ്ട്, തെളിവുണ്ട്. മറ്റാരും പറഞ്ഞാലല്ലേ, സിദ്ധന്മാര് പറഞ്ഞാലല്ലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. കാരണം അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ജനിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് മന്ത്രം പൂജ അങ്ങനത്തെ ഒക്കെ പോയിട്ട് അതില് പരാജയം സംഭവിച്ച ഒരാളാണ്. അതായത് ഈ ജനത്തിന് മുമ്പിൽ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ തത്വത്തെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വേദനയോട് മരിച്ചു പോയ ഒരാളാണ് ഞാൻ. സോ ആ വേദനയാണ് ഇന്നത്തെ നിൽക്കുന്ന എൻ്റെ പൊസിഷൻ. അപ്പോൾ എങ്ങനെയാ അതിന്റെ ഒരു കണ്ടെത്തലൊക്കെ എങ്ങനെയായിരിക്കും? കണ്ടെത്തല് നമുക്ക് മുൻജന്മം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കാം. ഒരാളുടെ അടുത്തല്ല, ഒരാൾ പറഞ്ഞ് മാത്രം വിശ്വസിക്കാൻ പാടില്ല നമ്മൾ. അത് തെറ്റാ. 1, 2, 3, 4, 5 പേര് ആകുമ്പോഴും ഇതാണ് നിന്റെ കർമ്മ, ഇങ്ങനെയാണ് നീ ജനിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. അല്ലാണ്ട് ഒരാളടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ മുൻജന്മം എന്നൊക്കെ നാടി ജ്യോതിഷുണ്ട് അവിടെ പോയി ചോദിച്ചു ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കരുത്. 1, 2, 3, 4, 5 എല്ലാവരും ഒരേ ഉത്തരമാണ് തരുന്നെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ജാതകം നോക്കാൻ പോയാൽ എല്ലാ പണിക്കുമാരും ഒരു ഉത്തരം തരുമോ? ഒരിക്കലും ഇല്ല. ബട്ട് എൻ്റെ തിയറി എന്ന് പറഞ്ഞത്, എൻ്റെ സ്റ്റുഡൻസ് ഒരു 10 സ്റ്റുഡൻസ് ഉണ്ട്, അവർ ജാതകം നോക്കുന്നുണ്ട്. നിങ്ങൾ ആ 10 പേരെയും കണക്ട് ചെയ്തോ, ഒരേ ആൻസർ അത് തരുള്ളൂ.
അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ 10 പേരും ഒരു ഉത്തരം തരുന്നുണ്ടെങ്കിൽ ഇവർക്ക് സിസ്റ്റത്തിൽ അതാണ് ഉത്തരം. അത് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ അത് നമ്മളെ തീരുമാനിക്കേണ്ടത് കറക്റ്റാണോ എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ ജാതകം നോക്കി ഞാൻ പറയുന്നു, എൻ്റെ സ്റ്റുഡൻറ്റും എല്ലാവരും ഞാൻ അറിയാതെ സ്റ്റുഡൻ്റ് എടുത്ത് പോകുന്നു, അവർ തന്നെ പറയുന്നെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് ഇത് കണക്റ്റഡ് ആണോ? യെസ്, കണക്റ്റഡ് ആണെന്ന് വിശ്വസിക്കാം. കണക്റ്റഡ് അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് സംഭവം. സോ അതുകൊണ്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ നിങ്ങളുടെ ജാതകം എൻ്റെ ജാതകം തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഉണ്ടോ വെച്ചാൽ ഇല്ല എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഭാവിയെ പറ്റി പറഞ്ഞു, മരണത്തെ പറ്റി പറഞ്ഞു, നെഗറ്റീവ് എനർജി പറ്റി പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ പറ്റി ഒക്കെയാണ്. അപ്പോൾ ഈ അപകടം പറ്റി പറയുമ്പോൾ ഈ എന്താ പറയുക, ഒരാളെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളൊരു കൂടോത്രം പോലെയുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള പരിപാടികൾ. അപ്പം അതിൻ്റെ ഒരു വ്യാപ്തി എത്ര വലുതാണ്? ഒരു വ്യക്തികളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് തന്നെ തകർക്കാൻ പറ്റുമോ, ഒരു രാജ്യത്തിനെ തന്നെ തകർക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പം ലോകത്ത് യുദ്ധം നടക്കുകയാണ്, അപ്പം അതിലൊരു നെഗറ്റീവ് എനർജി നമുക്ക് അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഉറപ്പല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ തരാം. അമേരിക്ക പോലുള്ള രാജ്യം, ഒരു രാജ്യത്ത് പ്രശ്നങ്ങൾ നടക്കുന്നു, അവിടുത്തെ രാജാവ് അവിടുത്തെ മക്കളെ കൊല്ലുന്നു, ഇവർ തന്നെ അവിടെ പ്ലാൻ ചെയ്ത് ഇവർ തന്നെ അവിടെ ബോംബ് പൊട്ടിച്ച് എന്നിട്ട് പറയും ഇപ്പം നമ്മുടെ കേരളത്തിലൊരു കോളിളക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നം യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ മന്ത്രി ആരാണോ ആ മന്ത്രി കുറെ പേരുടെ കൊല്ലുന്നു, ഇവിടെ പ്രശ്നങ്ങൾ മൂലം ആള് മരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ അമേരിക്കയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് തോക്കുകളും കഞ്ചാവും ഇവിടെ സപ്ലൈ ചെയ്തിട്ട് അടി ഉണ്ടാക്കുന്നു, കൊലപാതകം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരെന്ത് പറയുന്നു, കേരളത്തിൽ ഭയങ്കര പ്രശ്നമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ശരിയല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളെ കൊല്ലുന്നു എന്നുള്ള വീഡിയോസും കാര്യങ്ങളും കാണിച്ചിട്ട് ഒരു കളക്റ്റീവ് ബ്രെയിൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഈ നമ്മുടെ സംസ്ഥാനം പിടിച്ചെടുക്കും. ഇതാണ് അമേരിക്ക ഫോളോ ചെയ്ത ടെക്നോളജി. പക്ഷെ ഇപ്പൊ അത് പൊളിഞ്ഞു തുടങ്ങി, കാരണം സത്യം കണ്ടുപിടിച്ചു തുടങ്ങി ജനങ്ങൾ. അപ്പൊ ഇപ്പൊ ഇനി അത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു രാജ്യത്തിനെ തകർക്കാൻ പറ്റുമെങ്കിൽ ഒരു രാജ്യത്തിന് ഉയർത്താനും പറ്റും. ഒരു രാജ്യം ബ്ലാക്ക് മാജിക് ഇതേ സിസ്റ്റം. അതിന് ഉദാഹരണമല്ലേ പല രാജ്യങ്ങളും ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇപ്പൊ അമേരിക്ക പെന്റഗൺ 5 കണക്ഷനിലല്ലേ. അപ്പൊ പഞ്ചഭൂതങ്ങളെ പെന്റഗൺ എന്ന് പറയുന്ന ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പഞ്ചഭൂതങ്ങളെ കണക്ട് ചെയ്തിട്ടാ. നിങ്ങൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് 9/11 എന്ന് പറഞ്ഞ സംഖ്യകളിലാണ് ഈ അപകടം ഉണ്ടാക്കിയത്. അപ്പോൾ പ്രകൃതിയിലെല്ലാം നോക്കിയാലും നമ്പറുകളും ഈ പറയുന്ന പുരാണങ്ങളും സംഖ്യകളും കണക്റ്റഡ് ആയിട്ടാണ്. ബിൽഡിംഗ് നിർമ്മിക്കുന്നതായാലും ശരി, ഒരു സിറ്റി നിർമ്മിക്കുന്നത് പോലും അങ്ങനെയാണ്. അപ്പോൾ ഈ കണക്ഷൻ ഇല്ലാണ്ട് അങ്ങനെ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ വലുതാക്കാനും പറ്റും, ഒരു രാജ്യത്തെ തകർക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ വരും പറയാനുണ്ടോ? സിമ്പിൾ അല്ലേ? മനുഷ്യനെ തകർക്കാൻ പറ്റും. സോ അതിന് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പൊ പൂജ ചെയ്യുന്നില്ലേ, 50,000 60,000 1 ലക്ഷം കൊടുത്ത് പൂജ ചെയ്യുമ്പോൾ എന്താ അവർ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം ഉയർത്തപ്പെടുന്നു പറയുന്നില്ലേ. അങ്ങനെ ഈ ആ പൂജയും വഴിപാടും മന്ത്രങ്ങളും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തിട്ടാ? അതിലെവിടെയൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നല്ലത്, ചില ആളുകളുടെ ജീവിതം രക്ഷപ്പെട്ടോണ്ടാണല്ലോ അത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അത് നിലനിൽക്കില്ലല്ലോ, സത്യമല്ലാതെ നിലനിൽക്കില്ല. അപ്പൊ കുറെ പേരുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ കുറെ പേരുടെ ജീവിതത്തെ നശിപ്പിക്കാനും പറ്റും. എല്ലാത്തിനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ തിയറി. തീർച്ചയായിട്ടും മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം ഇത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ, ഒരു നാടിനെ ഒക്കെ തകർക്കാൻ പറ്റും. പക്ഷെ നാടിനൊന്നും തകർക്കാനുള്ള ആളുകളൊന്നും ഇവിടെ ഇന്നില്ല. ഒരു കൂട്ടം ആൾ വേണം, ഒരു മീഡിയ കൺട്രോൾ വേണം, ഒരു കൂട്ടം ആൾ വേണം, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുണ്ടെങ്കിൽ ഒരു നാടിനെ പുഷ്പം പോലെ തകർക്കാന്നുള്ളൂ. സിമ്പിളാണ്. അതല്ലേ നമ്മളിപ്പോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള, ഒരുപാട് ആകാംക്ഷ നിലനിർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. അടുത്ത എപ്പിസോഡ് ഉടനെ ഉണ്ടാവും. തീർച്ചയായിട്ടും കാണാം.